ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പഴം വെച്ചിട്ടുള്ള ഒരു കറിയാണ്, പഴക്കാളനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴത്തിൻ്റെ തൊലി കളഞ്ഞ് മുറിച്ചെടുക്കാം. പഴം മുറിച്ച് ചെറുതായിട്ട് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുതായിട്ടാണ് ഞാനിതെല്ലാം നുറുക്കിയെടുത്തിട്ടുള്ളത്. വലുതാക്കി നുറുക്കണമെങ്കിൽ അങ്ങനെയും നുറുക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറിയ ടീസ്പൂണിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് നന്നായി ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2-3 കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് തിളച്ച് ഇവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. അടിയിൽ പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇത് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇനി ഇത് ഇവിടെ ഇരുന്ന് വെന്ത് ഇതിലെ വെള്ളമെല്ലാം വറ്റി വരട്ടെ. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 ഗ്ലാസ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ടീസ്പൂണിൽ 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 കറിവേപ്പില, 2 എണ്ണം മാത്രം ഇട്ടാൽ മതി. ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി അരച്ച് വയ്ക്കാം. ഇപ്പോൾ പഴമെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളം ഒന്നും കൂടി വറ്റി വരണം. ഈ പഴമൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന പരുവത്തിലേക്ക് വരണം. ഇനി ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകും കൂടിയും അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളമെല്ലാം കുറേ വറ്റി വന്നിട്ടുണ്ട്. പഴമെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതേപോലെ പഴമെല്ലാം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇവിടെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. തേങ്ങ ചേർത്തത് ഞാൻ നന്നായി മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വരട്ടെ. ഇനി ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇവിടെ തേങ്ങ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചൂടായി ഇതിലെ വെള്ളമെല്ലാം വറ്റി ഇത് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തൈര് ഉടച്ച് ചേർത്ത് കൊടുക്കാം. 3/4 ഗ്ലാസ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇത് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് വെക്കണം. തൈര് ചേർത്ത് തിളപ്പിക്കാൻ പാടില്ല. ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് ചൂടായി വന്നോളും. ഇപ്പോൾ ഇത് നന്നായി മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ലേശം ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഉലുവ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കറിയിലേക്ക് എല്ലാം ഒഴിച്ച് ഇത് കറിയുടെ എല്ലാ ഭാഗത്തേക്കാക്കി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണിത്. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.